നമസ്കാരം. മലയാളത്തിൽ 1990 കാലഘട്ടങ്ങളിൽ റിലീസായ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ആ ലിസ്റ്റിൽപ്പെട്ട ഏറ്റവും മികച്ച 10 സിനിമകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മലയാളത്തിൽ അക്കാലത്ത് നിരവധി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ റിലീസായിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് 1990-ൽ ലെനിൻ രാജേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ജയറാം, സുരേഷ് ഗോപി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രവിയും ഗോപനും സുഹൃത്തുക്കളാണ്. ഒരു മഴയുള്ള രാത്രിയിൽ രവിയെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയും അദ്ദേഹം അൺകോൺഷ്യസായി റോഡിൽ വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ടുവരുന്ന ഗോപൻ ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും തിരിച്ച് പോലീസുകാരെ കൂട്ടി റോഡിലെത്തുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയം രവി അവിടെ മിസ്സിംഗ് ആണ്. തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണ വഴികളും കാര്യങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിലെ പാട്ടുകൾ വളരെയധികം ശ്രദ്ധേയമാണ്. നീർമിഴിപ്പീലിയിൽ നിന്ന് തുടങ്ങുന്ന ഗാനം എല്ലാവർക്കും സുപരിചിതവുമാണ്. എന്നാൽ വളരെയധികം ക്വാളിറ്റിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലറാണ് വചനം. ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ളത് 1995-ൽ പുറത്തിറങ്ങിയ ഒരു ലാലേട്ടൻ ചിത്രമാണ്. ലാലേട്ടൻ്റെ ഫാദറിലായ സുരേഷ് ബാലാജിയാണ് ഈ സിനിമ നിർമ്മിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒരു റീമേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1963-ൽ പുറത്തിറങ്ങിയ ഒരു TV സീരീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ദ ഫിജിറ്റീവ് എന്നാണ്. പിന്നീട് 1993-ൽ ദ ഫിജിറ്റീവ് എന്ന പേരിൽ ഒരു അമേരിക്കൻ സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. സെയിം സ്റ്റോറി തന്നെയാണ്. ഈ സിനിമയുടെ ഒരു റീമേക്ക് എന്ന ഒരു അഡാപ്റ്റേഷൻ എന്നൊക്കെ നമുക്ക് പറയാവുന്നൊരു സിനിമയാണ് നിർണയം. തൻ്റെ ഭാര്യയുടെ കൊലപാതകങ്ങളെ കണ്ടെത്താനായി ഡോക്ടർ റോയ് എന്ന കഥാപാത്രം നടത്തുന്ന അന്വേഷണമാണ് ഈ സിനിമ. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രോപ്പർ ത്രില്ലർ സിനിമ എന്ന് വേണമെങ്കിൽ നിർണയത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. തീർച്ചയായും കാണേണ്ട മലയാളത്തിലെ എണ്ണം പറഞ്ഞ ത്രില്ലർ സിനിമകൾ ഒന്ന് തന്നെയാണ് നിർണയം. ചെറിയാൻ കൽപ്പകവാടിയുടെ രചനയിൽ സംഗീത് ശിവനായിരുന്നു ഈ സിനിമ അന്ന് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മികച്ച ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയുടെ വലിയൊരു മുതൽക്കൂട്ടാണ്. അതുപോലെ ലാലേട്ടൻ്റെ പ്രകടനവും കൊലപാതകയെ തേടിയുള്ള റോയിയുടെ യാത്രയും ഫൈനൽ ആക്ടിലെ ട്വിസ്റ്റുകളൊക്കെ ഈ സിനിമയുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കേണ്ട ഒരു ത്രില്ലർ സിനിമയാണ് നിർണയം. ലിസ്റ്റിലെ 8ാമത്തെ ചിത്രം മമ്മൂട്ടി നായകനായ സിനിമയാണ്. 1998-ൽ പുറത്തിറങ്ങിയ ഈ സിനിമ തിരക്കഥ എഴുതിയത് SN സ്വാമിയാണ്. സംവിധാനം ചെയ്തത് ഷാജി കൈലാസ്. കേരള മുഖ്യമന്ത്രി കൊല്ലപ്പെടുന്നതും അത് അന്വേഷിക്കാനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡൽഹിയിൽ നിന്ന് എത്തുന്നതുമൊക്കെയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. സ്റ്റാർട്ട് ടു എൻഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിൽ പോകുന്ന സിനിമ ക്ലൈമാക്സിലെ ട്വിസ്റ്റൊക്കെ കൊണ്ട് വളരെയധികം ശ്രദ്ധേയമാണ്. മമ്മൂട്ടി, ദിവ്യ ഉണ്ണി, മുരളി, ബാലചന്ദ്ര മേനോൻ, തിലകൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിൽ അക്കാലത്ത് വന്ന വളരെ വ്യത്യസ്തതയുള്ള ഒരു ത്രില്ലർ ചിത്രമാണ് ദ ട്രൂത്ത്. ഇന്നും ഷാജി കൈലാസിൻ്റെ മികച്ച മേക്കിംഗ് കൊണ്ടും SN സ്വാമിയുടെ ഷാർപ്പായ റൈറ്റിംഗ് കൊണ്ടും കണ്ടിരിക്കാവുന്ന ഒരു മികച്ച ത്രില്ലർ സിനിമയാണ് ദ ട്രൂത്ത്. ലിസ്റ്റിലെ 7ാമത്തെ ചിത്രം സുരേഷ് ഗോപിയെ നായകനാക്കി K. മധു സംവിധാനം ചെയ്ത സിനിമയാണ്. തിരക്കഥ ഒരുക്കിയത് AK സാജനും AK സന്തോഷുമാണ്. 1992-ൽ കേരളത്തിൽ നടന്ന വിവാദമായ സിസ്റ്റർ അഭയ കൊലക്കേസിനെ അടിസ്ഥാനമാക്കി വന്ന സിനിമയാണ്. സിനിമയുടെ പേര് ക്രൈം ഫയൽ. സുരേഷ് ഗോപിയോടൊപ്പം സംഗീത, രാജൻ ബി ദേവ്, വിജയരാഘവൻ, സിദ്ദിഖ്, ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ സിനിമ ഒരു ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗുകളും ആക്ഷൻ സീനുകളും ഒക്കെ നിറഞ്ഞൊരു സിനിമ കൂടിയാണ് ക്രൈം ഫയൽ. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് കിളിപറത്തുന്ന ഒന്നാണ്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ് ക്രൈം ഫയൽ. 1990-ൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥയിൽ ജോഷിയാണ് സംവിധാനം. ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ നടക്കുന്ന കൊലപാതകവും അതിൻ്റെ അന്വേഷണങ്ങളും അതിൽ കൊലപാതകി ആരാണെന്ന് കണ്ടെത്തുന്നതൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. മോഹൻലാൽ നായകനായെത്തിയ സിനിമയിൽ മമ്മൂട്ടി, സോമൻ, അശോകൻ, ജഗദീഷ്, ഇന്നസെന്റ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായുണ്ട്. സ്റ്റാർട്ട് ടു എൻഡ് ത്രില്ലടിച്ച് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ കൂടെയാണ്. അതേസമയം തന്നെ നല്ല കോമഡി രംഗങ്ങൾ കൂടെ ഈ സിനിമയിലുണ്ട്. ഒരു എൻ്റർടൈനർ തന്നെയാണ് ഈ സിനിമ. എന്നാൽ പോലും ഇതിലൊരു ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ഒരു കൊലപാതകവും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ജോഷിയുടെ അക്കാലത്തെ ഒരു വിജയ ചിത്രമായിരുന്നു നമ്പർ 20 മദ്രാസ് മെയിൽ. ലിസ്റ്റിലെ 5ാമത്തെ ചിത്രം K. മധുവിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരുങ്ങിയ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. SN സ്വാമിയായിരുന്നു തിരക്കഥ. ഒരു കോവിലകവുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നതും തുടർന്ന് അങ്ങോട്ട് ആ കേസിൻ്റെ വിസ്താരവും അന്വേഷണവും ഒക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു പ്രോപ്പറായിട്ടുള്ള ലീഗൽ ത്രില്ലർ ചിത്രം കൂടെയാണ്. കാരണം ഈ കേസിനെ കോടതിയിൽ എങ്ങനെയാണ് വാദിക്കപ്പെടുന്നത്, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. മമ്മൂട്ടി ഒരു വക്കീലിൻ്റെ വേഷത്തിലാണ് എത്തുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന നിലയ്ക്കും സിനിമയെ സമീപിക്കാവുന്നതാണ്. കൊലപാതകികൾ ആരാണ് എന്ന് മുന്നേ തന്നെ റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് അഭിഭാഷകന്റെ കേസ് ഡയറി. ഇതിൻ്റെ ഒരു ഫൈനൽ ആക്ട് വളരെയധികം ശ്രദ്ധേയമാണ്. മമ്മൂട്ടിയുടെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ബ്രില്യൻസിൽ തെളിയുന്ന ഒരു കേസായിട്ടാണ് ഇത് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ് അഭിഭാഷകന്റെ കേസ് ഡയറി. ലിസ്റ്റിലെ 4ാമത്തെ ചിത്രം
മമ്മൂട്ടിയെ നായകനാക്കി എസ് എൻ സ്വാമി തിരക്കഥയൊരുക്കി കെ മധു സംവിധാനം ചെയ്ത സിനിമയാണ്. 1991 പുറത്തു വന്ന ഈ സിനിമയുടെ പേര് അടയാളം എന്നാണ്. മമ്മൂട്ടി നായകനായെത്തുമ്പോൾ മമ്മൂട്ടിയോടൊപ്പം തന്നെ മുരളി, രേഖ, ശോഭന തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. തീർത്തും വ്യത്യസ്തമായൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് അടയാളം. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനവും സ്റ്റാർട്ട് ടു എൻഡ് ത്രില്ലിംഗ് മോഡിൽ പോകുന്ന എസ് എൻ സ്വാമിയുടെയും കെ മധുവിൻ്റെയും മേക്കിംഗ് സ്റ്റൈലും ഒക്കെ ഗംഭീരമാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ് അടയാളം. കെ മധുവിൻ്റെ ഫിലിമോഗ്രാഫിയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ അടയാളത്തെ വിലയിരുത്താം. മമ്മൂട്ടിയുടെയും തീർത്തും വ്യത്യസ്തമായ പെർഫോമൻസ് തന്നെയായിരുന്നു ഈ സിനിമയുടെ മറ്റൊരു പോസിറ്റീവ്. ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രം മലയാളത്തെ എക്കാലത്തെയും ഏറ്റവും മികച്ച മർഡർ മിസ്റ്ററി ചിത്രങ്ങളിൽ ഒന്നാണ്. സിനിമയുടെ പേര് മുഖം. മോഹൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ്. ലാലേട്ടനാണ് നായകൻ. ലാലേട്ടനോടൊപ്പം രഞ്ജിനി, നാസർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സ്ത്രീകളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു സീരിയൽ കില്ലറെ തേടിയുള്ള ACP ഹരിപ്രസാദിന്റെ യാത്രയാണ് ഈ സിനിമ. ഈ സിനിമയിൽ ഹരിപ്രസാദിന്റെ വേഷത്തിലാണ് ലാലേട്ടൻ എത്തുന്നത്. ലാലേട്ടന്റെ ഏറ്റവും ഗംഭീരമായ പോലീസ് റോളുകളിൽ ഒന്നാണ് മുഖത്തിലേത്. മലയാളത്തിലെ തന്നെ എക്കാലത്തെ മികച്ച മർഡർ മിസ്റ്ററി ത്രില്ലറായി ഈ സിനിമ പരിഗണിക്കാനുള്ള കാരണം തീർച്ചയായിട്ടും അത് കണ്ടു തന്നെ നിങ്ങൾ വിലയിരുത്തുക. മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച ത്രില്ലർ ചിത്രമായി തന്നെയാണ് പേഴ്സണലി എനിക്കിത് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഗാനങ്ങളൊന്നുമില്ലാത്ത ഈ സിനിമയിൽ ജോൺസന്റെ പശ്ചാത്തല സംഗീതം വളരെയധികം ഗംഭീരമാണ്. ഈ സിനിമ കാണുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നുകൂടെയാണ് ജോൺസന്റെ മാസ്മരിക സംഗീതം. ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് 1990 P. പത്മരാജന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. ഈ സിനിമയും ഒരു സീരിയൽ കില്ലറെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഇതിലെ നായകനായി മമ്മൂട്ടി എത്തുന്നു. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് SP ഹരിദാസ് എന്നാണ്. മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. പത്മരാജന്റെ പഴുതടച്ചുള്ള റൈറ്റിങ്ങും ജോഷിയുടെ ഒരു ഡാർക്ക് പാറ്റേണിലുള്ള ഒരു മേക്കിങ്ങുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. അക്കാലത്ത് തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും പിന്നീട് കാണും തോറും നമ്മൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. ഇപ്പോൾ അടുത്ത് കാണുമ്പോഴും നമുക്കൊരു ക്ലൂ തരാതെയുള്ള ഈ സിനിമയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴികളും ഒരു പ്രത്യേക മൂഡിലുള്ള ലൊക്കേഷൻസും ഒക്കെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് റോളിലേക്ക് മമ്മൂക്ക എത്തുന്ന സമയത്തുള്ള ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിയും. എന്തായാലും ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ കൂടിയാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് KG ജോർജ് സംവിധാനം ചെയ്ത ഈ കണ്ണികൂടി. മലയാളത്തിലെ ലക്ഷണമൊത്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർ ഭൂരിഭാഗം പേരും പറയുന്നൊരു സിനിമ കൂടിയാണ് ഈ കണ്ണികൂടി. സായികുമാറാണ് നായകൻ. ഒരു പക്ഷേ മലയാളത്തിൽ ഇതിനോളം അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രം ഉണ്ടാവില്ല. പലരും KG ജോർജിൻ്റെ ഫിലിമോഗ്രാഫിയിൽ ഒരു പക്ഷേ അവസാനമൊക്കെ കാണുന്നൊരു സിനിമയാണ് ഈ കണ്ണികൂടി. പക്ഷേ മലയാളത്തിലെ എല്ലാ തരം ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന ഒരു സിനിമയാണ് ഈ കണ്ണികൂടി. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ യവനികയ്ക്കൊന്നും കിട്ടിയ ഒരു സ്വീകാര്യത കിട്ടാത്തൊരു ചിത്രമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ റിയലിസ്റ്റിക് ആയ വഴിയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ KG ജോർജ് എന്ന് പറയുന്ന വിഖ്യാതനായ സംവിധായകന് മാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഈ കണ്ണികൂടി. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മലയാളത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് 1990 പുറത്തിറങ്ങിയ ഈ കണ്ണികൂടി.